എന്താണ് ബിറ്റ്കോയിൻ? ലോകത്തിലെ ആദ്യത്തെ കേന്ദ്രീകരിക്കപ്പെടാത്ത ഡിജിറ്റൽ നാണയമാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ഇന്റർനെറ്റ് മാധ്യമത്തിലൂടെ മാത്രമാണ് അയക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. ബിറ്റ്കോയിന് ധാരാളം ഗുണങ്ങളുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ പണമിടപാട് നടത്താൻ ബാങ്കിനെയോ എക്സ്ചേഞ്ചിനെയോ ആശ്രയിക്കേണ്ടതില്ല. മറിച്ച് ബിറ്റ്കോയിൻസ് വഴി നേരിട്ട് പണം അയക്കാവുന്നതാണ്. ഇതിലൂടെ ബാങ്കുകളും എക്സ്ചേഞ്ചുകളും ഈടാക്കാറുള്ള ട്രാൻസാക്ഷൻ ഫീയിൽ നിന്നും ഒരു വലിയ ശതമാനം ഇല്ലാതാകും. ബിറ്റ്കോയിൻസ് എല്ലാ രാജ്യത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ബിറ്റ്കോയിൻ അക്കൗണ്ട് ഫ്രീസ് ആകുവാനും സാധ്യതയില്ല. ഇതിൽ മുന്നുപാധികളോ അനിയന്ത്രിതമായ പരിമിതികളോ ഇല്ല. ഇനി നമുക്ക് ബിറ്റ്കോയിന്റെ പ്രവർത്തനം കാണാം. ബിറ്റ്കോയിൻ വാങ്ങുവാനും വിൽക്കുവാനും കഴിവുള്ള ധാരാളം എക്സ്ചേഞ്ചുകൾ ഇന്നുണ്ട്. ഡോളർ കൊണ്ടും യൂറോ കൊണ്ടും അതുപോലെ തന്നെ മറ്റേത് കറൻസി ഉപയോഗിച്ചുകൊണ്ടും ഇന്ന് ബിറ്റ്കോയിൻ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും. ഇങ്ങനെ വാങ്ങുന്ന ബിറ്റ്കോയിനുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഡിവൈസുകളിലോ ഉള്ള ഡിജിറ്റൽ വാലറ്റിൽ സൂക്ഷിക്കാവുന്നതാണ്. ബിറ്റ്കോയിൻ അയക്കുന്നത് ഒരു ഇമെയിൽ അയക്കുന്നത് പോലെ ലളിതമാണ്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന് എന്തും തന്നെ വാങ്ങുവാനും സാധിക്കും. മൈനേഴ്സ് എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് ബിറ്റ്കോയിൻ ശൃംഖലയെ സുരക്ഷിതമാക്കുന്നത്. ഓരോ ബിറ്റ്കോയിൻ ഇടപാടുകളും ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതിലൂടെ ഈ വ്യക്തികൾക്ക് പുതുതായി ജനിക്കുന്ന ബിറ്റ്കോയിനുകൾ പ്രതിഫലമായി ലഭിക്കുന്നു. ഇങ്ങനെ ശരിവെച്ച ഇടപാടുകൾ പരസ്യമായ ഒരു ലെഡ്ജറിൽ രേഖപ്പെടുത്തും. ബിറ്റ്കോയിൻ പുതുമയാർന്ന ചിന്തകൾക്കാണ് വഴിയൊരുക്കുന്നത്. ഇതിന്റെ സോഫ്റ്റ്വെയർ തികച്ചും ഓപ്പൺ സോഴ്സ് ആണ്. ആർക്കും തന്നെ ഈ കോഡുകൾ നിരൂപിക്കാൻ സാധിക്കും. ഇന്റർനെറ്റ് പബ്ലിഷിംഗ് മേഖലയെ മാറ്റിമറിച്ചതുപോലെയാണ് ബിറ്റ്കോയിൻ ഇന്ന് സാമ്പത്തിക മേഖലയിൽ മാറ്റം വരുത്തുന്നത്. എല്ലാവർക്കും ആഗോള വിപണിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതിലൂടെ പുതിയ ആശയങ്ങൾ പൂവിടും. ബിസിനസ്സുകളിലെ ട്രാൻസാക്ഷൻ ഫീ കുറയ്ക്കാൻ ബിറ്റ്കോയിൻ വളരെയധികം സഹായിക്കും. ബിറ്റ്കോയിൻ സ്വീകരിച്ചു തുടങ്ങാൻ പണം മുടക്കില്ല. എളുപ്പത്തിൽ എവിടെയും സ്ഥാപിക്കാം. ചാർജ് ബാക്ക് ഒന്നുമില്ല. ഇതിലുമുപരി ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ധാരാളം ബിസിനസ് സാധ്യതകളും ലഭിക്കുന്നതാണ്.